ഇതിലെനിക്ക് വേറൊരു പോയിന്റ് കൂടി നമ്മൾ ഇതോടൊപ്പം ശ്രദ്ധിക്കണം എന്ന് എനിക്ക് തോന്നുന്നു. അതായത് കേരള രാഷ്ട്രീയത്തെ ഇപ്പോൾ എല്ലാ ആളുകളും സംസാരിക്കുന്നത് ഹിന്ദുക്കൾ, മുസ്ലിങ്ങൾ, ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന 3 സമുദായങ്ങൾക്കിടയിൽ എന്തൊരു തർക്കം നടക്കുന്നതായിട്ടാണ് ആളുകളൊക്കെ വിചാരിക്കുന്നത്. എല്ലാ വിശകലനങ്ങളും ഇപ്പോൾ ഹിന്ദു, മുസ്ലിം, ക്രൈസ്തവ ജാതിയൊക്കെ ഇങ്ങനെ കേന്ദ്രീകരിച്ച് ഇതിൽ അങ്ങനെ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ആകെ ഹിന്ദുക്കളുടെ ഒരു എണ്ണം പരിശോധിച്ചാൽ അതിലൊരു രസകരമായ കാര്യമുണ്ട്. ആകെ ഹിന്ദുക്കൾ 54.47%. അതിൽ ഇവർക്ക് ലഭിച്ചിട്ടുള്ളത് 57.85%. അതായത് ഹിന്ദുക്കൾക്ക് അത് മുന്നോക്കക്കാരും പിന്നോക്കക്കാരും എല്ലാവരും ഉൾപ്പെടുന്ന 57.8 എന്നുവെച്ചാൽ ഒരു 2-2.5%-3%-ത്തിനടുത്ത് കൂടുതലാണ്. മുസ്ലിങ്ങളുടെ കാര്യം നോക്കുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ കുറവാണ്, ക്രിസ്ത്യാനികളുടെ കാര്യം നോക്കിയാൽ കൂടുതൽ. ശരിക്കും ഹിന്ദു, മുസ്ലിം, ക്രൈസ്തവ എന്ന് പറയുന്ന ഒരു ഘടന എടുത്താൽ അതിലിപ്പോഴും നഷ്ടം മുസ്ലിങ്ങൾക്കാണ്. ഹിന്ദുക്കൾക്ക് വളരെ ലാഭമാണ്, ടോട്ടൽ ഹിന്ദുക്കൾക്ക് വളരെ ലാഭമാണ്, അതുപോലെ തന്നെ ടോട്ടൽ ക്രൈസ്തവർക്കും ഭയങ്കര ലാഭം. പക്ഷെ ക്രൈസ്തവരിൽ സാമൂഹികമായി പിന്നോക്കം നിൽക്കുന്ന ലാറ്റിൻ കത്തോലിക്കർ പോലുള്ളവർക്ക് കുറവാണെന്നുണ്ട്. അവരുടെ എണ്ണം 6 സീറ്റാണ്. സീറ്റുള്ളത്. അപ്പൊ ഇത് കുറെ കൂടി കിട്ടണ്ടാണ് അവർക്ക്.